ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ മുന്നമ്പത്തെ പ്രശ്നത്തിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യാൻ പോകുന്നത്. പലരും പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. അതായത് പുതിയതായിട്ട് വരുന്ന ഭേദഗതി, അതായത് വഖഫ് അമെൻഡ്മെന്റ് ബിൽ വരുമ്പോൾ ഇത് പ്രശ്നം കംപ്ലീറ്റ് ആയിട്ടും സോൾവ് ആവുന്നത്. എന്നാൽ അതുകൊണ്ട് സോൾവ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും ഇല്ല. അതൊരു തെറ്റായ വ്യാഖ്യാനം മാത്രമാണ് അത് സോൾവ് ആവുന്നത്. അപ്പോൾ അതിന്റെ പിന്നിലുള്ള കുറേയധികം പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇത് എങ്ങനെയായിരിക്കും ഒരു പൊളിറ്റിക്കലി ഒരു സൊല്യൂഷൻ വരുന്നത് ഉള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വഖഫിൽ പുതിയതായിട്ട് എന്ത് തിരുത്തമാണ് ഈ മുനമ്പത്തിന് ഒരു അനുകൂലമായ തീരുമാനം വരാൻ പോകുന്നത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ കിടക്കാം. മുനമ്പത്തെ പ്രശ്നത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രശ്നം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞു കാണും. അതിന്റെ ഹിസ്റ്ററിയും ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും. അതായത് എങ്ങനെയാണ് കഴിഞ്ഞ 100 വർഷത്തോളം ആ ഭൂമി എങ്ങനെയാണ് കൈമാറി വന്നത്, ഇപ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നം രൂക്ഷമായ ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷോർട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ ഇന്നത്തെ ഈ പ്രശ്നം നമ്മൾ അതായത് വഖഫിൽ പുതിയതായി കൊണ്ടുവരുന്ന ഭേദഗതി കൊണ്ട് ആ മുനമ്പത്ത് പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ മുനമ്പത്ത് പ്രശ്നവുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു 4 പോയിന്റ് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം മുനമ്പത്തിന്റെ പ്രശ്നത്തിനെ കുറിച്ച് എങ്ങനെയാണ് സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെയും വഖഫിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് മുസ്ലിം ആയാൽ അപ്പോൾ അവർക്ക് തന്നെ വഖഫിൽ ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ സ്ഥലം എഴുതി വെക്കാം വഖഫ് എന്ന്. അതായത് വൺസ് എ വഖഫ് പ്രോപ്പർട്ടി ഈസ് ഓൾവേസ് എ വഖഫ്, അതായത് വൺസ് എ വഖഫ് ഈസ് ഓൾവേസ് എ വഖഫ്. അപ്പോൾ ഒരു വട്ടം നമ്മൾ അതായത് ഇപ്പോൾ നിങ്ങളോ ഞാനോ ഒരു വഖഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോപ്പർട്ടി, ഇപ്പോൾ എന്റെ കുടുംബ സ്വത്ത് തന്നെ ഞാൻ വഖഫ് പ്രോപ്പർട്ടിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ജീവിതകാലം മൊത്തം വഖഫ് പ്രോപ്പർട്ടി തന്നെയാണ്. അവിടെ സുപ്രീം കോടതിയിൽ പോകാൻ പറ്റില്ല, ഹൈക്കോടതിയിൽ പോകാൻ പറ്റില്ല. ഇതാണ് റൂൾ. അതായത് ഇതിപ്പോൾ ഒരു കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്നതല്ല. ഇത് 2013 കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ആ ഒരു ബില്ലിനും അതുപോലെ തന്നെ 95 കൊണ്ടുവന്ന ആ ബില്ലിലെല്ലാം തന്നെ ഉറപ്പിച്ചു പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്. അപ്പോൾ അതിനെ ട്രിബ്യൂണൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു അപ്പീലും ഇല്ല ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പുതിയതായി കൊണ്ടുവരുന്നതിൽ 5 വർഷമെങ്കിലും അവൻ മുസ്ലിം ആയിരിക്കണം. അതായത് ഇസ്ലാം മതം സ്വീകരിച്ച് 5 വർഷമെങ്കിലും ആയവർക്ക് മാത്രമോ വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് ഇനി പുതിയതായിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഇതുവരെ സർവേ കമ്മീഷണറായിരുന്നു അളർന്നുകൊണ്ടിരുന്നത്. അതായത് ഈ വഖഫിലുള്ള സർവേ കമ്മീഷണറായിരുന്നു ഒരു സ്ഥലം കംപ്ലീറ്റ് ആയിട്ടും ഇത് വഖഫിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി സർവേ എടുത്ത് ഈ സ്ഥലങ്ങൾ മൊത്തം വഖഫ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണൽ കമ്മ്യൂണിറ്റിക്ക് അത് സർവേ എടുത്ത് അത് കൃത്യമായി അളന്നു കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി വരുന്ന ഭേദഗതിയിൽ അത് പറ്റില്ല. അതായത് സർവേ കമ്മീഷണറിനെ എടുത്തു കളഞ്ഞുകൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ജില്ലാ കളക്ടർ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് സർവേ എടുക്കുന്നത്. അതുപോലെ തന്നെ വഖഫിന്റെ പ്രശ്നങ്ങളെല്ലാം ഡയറക്റ്റ് ആയിട്ട് സർവേ കാര്യങ്ങളെല്ലാം ഇനി തൊട്ട് ജില്ലാ കളക്ടർ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ അതായത് ഇതുവരെയും ഈ വഖഫ് ട്രിബ്യൂണൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമല്ലോ, അതായത് ഇപ്പോൾ സിവിൽ കോടതിയിൽ പോലും നമുക്ക് പോകാൻ പറ്റില്ല, ഹൈക്കോടതിയിൽ പോകാൻ പറ്റില്ല, സുപ്രീം കോടതിയിൽ പോകാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം വഖഫിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫ് ട്രിബ്യൂണൽ കമ്മ്യൂണിറ്റിയിലാണ്, അതായത് ആ ഒരു കോടതിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതായത് നമുക്ക് എതിരായിട്ട് ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ സ്ഥലത്തിനെ കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് പിന്നെ ഇവരെ അപേക്ഷിക്കല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാനുള്ള പവർ ഇല്ല. ഇത് തന്നെയാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി തൊട്ട് എങ്ങനെയായിരിക്കും വെച്ച് കഴിഞ്ഞാൽ അതായത് ആ ട്രിബ്യൂണൽ കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ മുസ്ലിംസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി മുസ്ലിംസ് മാത്രമല്ല മറ്റു മതത്തിലുള്ള ആൾക്കാരും MLA യും MP യും അതുപോലെ തന്നെ റിട്ടയർഡ് ജഡ്ജും കറന്റ് ജഡ്ജ് ഇങ്ങനെ കുറെ ആൾക്കാരെ ചേർത്തിക്കൊണ്ടായിരിക്കും ആ വഖഫ് ട്രിബ്യൂണൽ കമ്മ്യൂണിറ്റിയെ പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്, രൂപീകരിക്കാൻ പോകുന്നത്. മുസ്ലിം എക്സ്പേർട്ട് ആയ ഒരാളും അതിൽ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെ എടുത്തു കളഞ്ഞുകൊണ്ടായിരിക്കും ഈ പുതിയതായിട്ട് എക്സ്ട്രാ ഈ എക്സ്പേർട്ടിന് പകരം ഒരു ജഡ്ജിനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഉള്ളിലോട്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താ വെച്ചാൽ അതായത് നിയമം കൃത്യമായി ഫോളോ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ മിസ്കോൺസെപ്ഷനോ അല്ലെങ്കിൽ അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം പരമാവധി അവോയ്ഡ് ചെയ്യാനും പറ്റും എന്നുള്ള രീതിയിലാണ് ഈ പുതിയ നിയമം വരുന്നത്. ഇനി നാലാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഉള്ള കാര്യം. അതായത് ഇതുവരെയും ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം വഖഫിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വഖഫ് ട്രിബ്യൂണലിൽ നമ്മൾ പോകുന്നു. വഖഫ് ട്രിബ്യൂണലും നമുക്ക് എതിരെയായിട്ടാണ് ഒരു തീരുമാനം വരുന്നത് അല്ലെങ്കിൽ പാസ്സാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് ആ സ്ഥലം ഉപേക്ഷിക്കാം. അതായത് അവിടെ അതായത് ആ സ്ഥലം പണയം വെക്കാനോ കൈമാറാനോ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിപ്പോയേ പറ്റുള്ളൂ. പക്ഷെ ഇനി അങ്ങനെയല്ല. ട്രിബ്യൂണൽ നമുക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം വരികയാണെങ്കിൽ നമുക്ക് അതിന് എതിരായിട്ട് ഹൈക്കോടതികൾ സമീപിക്കാം. അതായത് 90 ദിവസത്തിനുള്ളിൽ
ഇപ്പോൾ മുനമ്പത്ത് ഒരു പ്രശ്നം വന്നു. അപ്പോൾ ആ പ്രശ്നം നമ്മൾ പറയുകയാണ് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, 100 വർഷങ്ങളായിട്ട് നമുക്ക് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ 100 വർഷത്തെ എവിഡൻസ് കൊടുത്തു കഴിഞ്ഞിട്ടും ഈ ട്രിബ്യൂണൽ കമ്മ്യൂണിറ്റി പറയുന്നു ഇത് തെറ്റായ എവിഡൻസ് ആണ്, സ്ഥലം മാത്രമാണ് എന്ന് പറഞ്ഞു ഇവരൊരു അനുകൂലമായ തീരുമാനം വരുന്നു. അപ്പോൾ എന്താവും, അതായത് ഇവിടെ വിക്ടിം ഇവിടെ വീണ്ടും പെടുകയാണ്. അപ്പോൾ അവർക്ക് അടുത്ത 90 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ സിവിൽ കോടതികൾ അപ്പീൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നിയമം വരികയാണ്. ഇതുകൊണ്ട് എന്താണ്, വഖഫ് ട്രിബ്യൂണൽ കമ്മ്യൂണിറ്റി അല്ല എൻഡ് സൊല്യൂഷൻ, അതിന് മേലെ ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും അതായത് ജസ്റ്റിഫിക്കേഷനും അതുപോലെ തന്നെ കൂടുതലായിട്ടും നിയമം കൃത്യമായി ഫോളോ ചെയ്യാനുള്ള സാധ്യതകളാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്. ഇനിയാണ് നമ്മൾ ഈ 4 നിയമങ്ങളും ഈ മുനമ്പത്ത് പ്രശ്നത്തിനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുനമ്പത്ത് പ്രശ്നം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇത് പണ്ട് തൊട്ടേ ഉള്ള പ്രശ്നം തന്നെയാണ്. അപ്പോൾ പലതരത്തിലുള്ള അതായത് ഡിസ്പ്യൂട്ടഡ് ലാൻഡ് അല്ല തന്നെ ഒരു വട്ടം അതായത് കുറെ ആൾക്കാർ കാശ് കൊടുത്തു വാങ്ങിയത്, ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെ നടന്ന് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ നടുക്ക് ഈ ഫാറൂഖ് കോളേജിലും അതിന്റെ ഇടയ്ക്ക് നടന്ന വഖഫ് ആൾക്കാരെല്ലാം തന്നെ ഇതിൽ അഴിമതി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ കുറെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഒരു വഖഫ് സ്ഥലം ഒരിക്കലും കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അപ്പോഴും കാശ് അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം തന്നെ കൃത്യമായിട്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇത് പലരും മറച്ചു വെക്കുന്നു എന്ന് മാത്രമാണ് സത്യം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത വിന്റർ സെക്ഷനിൽ വഖഫ് ബോർഡ് ബിൽ അതായത് പാർലമെന്റിൽ പാസ്സാകുമെന്ന് ഉറപ്പിച്ച് BJP സർക്കാർ ഇവിടെ പറയുന്നു. അമിത്ഷാ വീണ്ടും പറഞ്ഞ കാര്യം അത് തന്നെയാണ്. പക്ഷെ അത് പാസ്സായി കഴിഞ്ഞാലും പിന്നെയും അതിൽ നിയമപരമായിട്ട് പല പ്രശ്നങ്ങൾ കാത്തിരിക്കുന്നു. അത് എന്താ എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നമുക്ക് ആർട്ടിക്കിൾ 370 കമ്പയർ ചെയ്ത് നോക്കാം ഈ വഖഫ് ബോർഡുമായിട്ട്. അപ്പോൾ നമുക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും പിന്നെ വരാൻ പോകുന്നതെന്ന്. അതായത് ആർട്ടിക്കിൾ 370 അവിടെ നിൽക്ക്. അതിനു മുമ്പ് കേരള സർക്കാർ കുറെ പേര് പറയുന്നുണ്ടല്ലോ, അതായത് ഇപ്പോൾ സർവകക്ഷി യോഗമെല്ലാം വിളിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ അതിൽ ഒരു സൊല്യൂഷനും നമ്മുടെ ഗവൺമെന്റിന് അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താ വെച്ചാൽ അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഇവിടുന്ന് ആൾക്കാരെ ഒഴിപ്പിച്ച് വഖഫിന് കൊടുക്കുകയാണ്. കാരണം നിയമം അങ്ങനെയാണ്. അപ്പോൾ നിയമത്തിന് എതിരായിട്ട് ഒരിക്കലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിയമത്തിന് ഇപ്പോൾ സർവകക്ഷി യോഗം എല്ലാം വിളിച്ചുകൂട്ടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയമം അതായത് ഈ ട്രിബ്യൂണൽ കമ്മ്യൂണിറ്റിക്ക് മാത്രമോ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വേറൊരു പോസിബിൾ സൊല്യൂഷൻ സർക്കാർ പറയുന്നത് എന്താ വെച്ചാൽ അതായത് വേറെ എവിടെയും ഈ ഇത്രയും സ്ഥലം ഇവിടെയുള്ള അതായത് 400-500 ഏക്കർ സ്ഥലം വേറൊരു സ്ഥലം കൊടുത്തിട്ട് അത് വഖഫിന് കൊടുത്തതിന് ശേഷം ഈ സ്ഥലം മൊത്തമായിട്ടും അതായത് ഇവർക്ക് വിട്ടുകൊടുക്കാം. പ്രാക്ടിക്കൽ സൊല്യൂഷൻ വരുള്ളൂ ഒരു സ്വാപ്പ് രീതിയിലെ. അപ്പോൾ അതും ഒരിക്കലും പോസിബിൾ ആയ കാര്യമല്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് വഖഫ് ബോർഡ് അല്ല ഡയറക്റ്റ് ആയിട്ട് ഹൈക്കോടതിയിൽ പോയിട്ടെല്ലാം ഈ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് വഖഫ് പ്രോപ്പർട്ടിയിലെ വഖഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങനെ പല കമ്മിറ്റികളുണ്ട്. അതിൽ ഒരു കമ്മിറ്റിയാണ് പോയി ഇങ്ങനെ അതായത് ഈ സ്ഥലം ഞങ്ങളുടേതാണ് അപ്പോൾ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറയുന്നിരിക്കുക. അപ്പോൾ ഈ വഖഫ് കമ്മിറ്റി പറയാണ് ശരി ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ 500 ഏക്കർ തന്നേക്ക്, ഞങ്ങൾ ഈ സ്ഥലം മൊത്തം ഇവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ കമ്മിറ്റി അതായത് ഇപ്പോൾ ആരാണ് കേസ് കൊടുത്തത് എന്നുള്ളത് തന്നെ വലിയ സംശയമാണ്. അപ്പോൾ ആ കേസ് കൊടുത്തവർ വീണ്ടും ഹൈക്കോടതി പോകും. അതായത് ഈ വഖഫ് ബോർഡ് തന്നെ ഇവിടെ അഴിമതി കാണിക്കുകയാണ്, ഈ സ്ഥലം ശരിക്കും വഖഫാണ്. അപ്പോൾ കോടതി പരിശോധിക്കും എന്താണ് ഇങ്ങനെ ഒരു സ്വാപ്പ് രീതിയൊന്നും ഒരിക്കലും വഖഫ് ബില്ലിൽ ഇല്ല. അതായത് വഖഫ് ബില്ലിൽ എന്താണ് വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്. അപ്പോൾ എന്താണ് ഈ ക്ലെയിം അവിടെ നിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ വേറെ സ്ഥലം കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വഖഫ് പ്രശ്നം ഇവിടെ തീരും എന്നുള്ളത് തികച്ചും തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അത് ആരെയും ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ഇത് 10-20 വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ പ്രശ്നം വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബില്ല് ഇപ്പോൾ പാസ്സാകുക എന്ന് വിചാരിക്കുക, അതായത് ഈ വിന്റർ സെക്ഷനിൽ തന്നെ പാസ്സാകുക എന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ടുള്ള എഫക്റ്റോ വരുള്ളൂ. അതായത് 2024 തൊട്ടുള്ള എഫക്റ്റിലായിരിക്കും ഇത് പാസ്സാവുന്നത്. അല്ലാണ്ട് പണ്ട് തൊട്ടേ ഉള്ള എഫക്റ്റിൽ ഇത് പാസ്സാവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. അത് സുപ്രീം കോടതിയിൽ പോയി ചാലഞ്ച് ചെയ്യും. സുപ്രീം കോടതി അതിന് അനുകൂലമായിട്ട് അതായത് ഈ ബില്ലിന് എതിരായിട്ടുള്ള റിപ്ലൈയോ അവിടുന്ന് കിട്ടുള്ളൂ. കാരണം എന്താണ് നിയമം അങ്ങനെയാണ്. അതായത് ഇപ്പോൾ പണ്ടുള്ള കാര്യം ഇപ്പോൾ അതായത് പണ്ട് തൊട്ടേ ഇത് എഫക്റ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ വഖഫ് ക്ലെയിം ചെയ്ത എല്ലാ സ്ഥലങ്ങളും വീണ്ടും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്ന് ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യാണ്ട് ആ പല കേസുകളും വീണ്ടും ഡിസ്പ്യൂട്ടുകൾ അതായത് വലിയ പ്രശ്നമുണ്ടാക്കും, ക്രമസമാധാനം നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇതിനെ പെൻഡിങ് ലിസ്റ്റിലിടും. അല്ലെങ്കിൽ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ തൊട്ട് 2024 തൊട്ടുള്ള എഫക്റ്റ് മാത്രമോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു തീരുമാനമായിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഇതുകൊണ്ട് എന്താണ് മുനമ്പം 2024 തൊട്ട് തുടങ്ങിയ പ്രശ്നമല്ല, ഇതിന് മുമ്പ് തൊട്ടേ ഉള്ള പ്രശ്നമാണ്.
അപ്പോൾ ഈ ബില്ല് പാസ്സാകണമെങ്കിൽ 2024 തൊട്ട് ഇവർ ക്ലെയിം ചെയ്യാൻ പോകുന്ന അതായത് പുതിയ പ്രോപ്പർട്ടികൾ മാത്രമോ ഈ ബില്ലിൽ വരികയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി മാത്രമോ അതായത് കൃത്യമായിട്ട് സർവേ എടുക്കാനും ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യുള്ളൂ. പഴയ പ്രോപ്പർട്ടി എല്ലാം തന്നെ അവിടെ ഡിസ്പ്യൂട്ടഡ് ആയിട്ട് തന്നെ അവിടെ വലിയൊരു പ്രശ്നമായി കാത്തിരിക്കുന്നു. ഇനി അതായത് ഇത് പ്രീവിയസ് എഫക്റ്റ് കൂടി പാസ്സാക്കി അതായത് പാർലമെന്റിൽ പാസ്സാക്കും. എന്തായാലും പാർലമെന്റിൽ പാസ്സാകുന്നത് യാതൊരുവിധ സംശയവും ഇല്ലാത്ത കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് BJP ആണ്, BJPക്ക് മെജോറിറ്റി ഉണ്ട്, അവർ പാസ്സാക്കും എന്നുള്ളത് സംശയമില്ല. ഇങ്ങനെ പാസ്സായി കഴിഞ്ഞാലും ഇതിനെ അതായത് ചാലഞ്ച് ചെയ്യാൻ മുസ്ലിം സംഘടനയെല്ലാം തന്നെ സുപ്രീം കോടതിയിൽ പോകും. ഇപ്പോൾ ആർട്ടിക്കിൾ 370 എടുത്തു കഴിഞ്ഞപ്പോൾ എത്ര പെട്ടെന്ന് അവർ സുപ്രീം കോടതിയിൽ അപ്രോച്ച് ചെയ്തു. പക്ഷെ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഇതൊരു ടെമ്പററി ആണ് എന്നുള്ള കാര്യം കൃത്യമായ അഫിഡവിറ്റ് എല്ലാം കൊടുത്തതിന് ശേഷം സുപ്രീം കോടതിയും പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല എന്ന് ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്ന കാരണം കൊണ്ടാണ് അത് എടുത്തു കളഞ്ഞത്. അപ്പോൾ ഈ വഖഫിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി പരിശോധിക്കുകയാണെങ്കിലും ഇതിലും പലതരത്തിൽ ഈ ആർട്ടിക്കിൾ 25, 26 ഈ മൈനോറിറ്റി റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ചെറിയ രീതിയിൽ തന്നെ ഇതിന് എഗെയിൻസ്റ്റ് ആയി പോവുകയാണെങ്കിൽ സുപ്രീം കോടതി പെട്ടെന്ന് ഇതിനെ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ ഇതിനെ പെൻഡിങ് ലിസ്റ്റിൽ ഇടും. അപ്പോൾ ഇതുകൊണ്ട് എന്താവും ഈ വഖഫ് ബിൽ നീണ്ടു പോകാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ പ്രശ്നം ഒരു സൊല്യൂഷൻ കൊണ്ടുവരണമെങ്കിൽ ഒന്നെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ വഖഫ് ട്രിബ്യൂണൽ കമ്മ്യൂണിറ്റീന്റെ അടുത്തെല്ലാം നിന്ന് ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ കൊണ്ടുവരിക. ഇപ്പോൾ വഖഫ് ബിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള എഫക്റ്റിലായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യതകൾ മാത്രമാണ് വഖഫ് ബില്ലിൽ വരാൻ പോകുന്നത്. അത് പഴയ എഫക്റ്റോടുകൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ അത് പാസ്സായി കഴിഞ്ഞാലും സുപ്രീം കോടതിയിൽ അത് ചാലഞ്ച് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് രാജ്യം നോക്കുന്ന ഏറ്റവും വലിയൊരു രൂക്ഷമായ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ 3 വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ മുസ്ലിംസിന് ഇതിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇതിന്റെ ഇടയ്ക്ക് കാശ് വാങ്ങി എന്ന് പറഞ്ഞു. അതെന്താ ഫറൂഖ് കോളേജിനും അതുപോലെ തന്നെ അതിന്റെ പിൻഗാമികൾക്കും അതുപോലെ തന്നെ അതിലുള്ള മേൽനോട്ടം വഹിക്കുന്നവർക്കെല്ലാം മാത്രമായിരിക്കും ആ പൈസ പോയത്. അല്ലാണ്ട് ഈ സാധാരണ മുസ്ലിംസിന് എന്ത് കിട്ടി? അതുകൊണ്ട് തന്നെ വഖഫിൽ എന്തായാലും ഒരു തിരുത്തം കൊണ്ടുവരേണ്ട അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.